CPM നേതൃത്വത്തിന് തലവേദനയായി തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ പൊട്ടിത്തെറി. 6 മാസമായിട്ടും പുതിയ ജനറൽ സെക്രട്ടറിയെ ഭരണ അനുകൂല സംഘടനയ്ക്ക് തെരഞ്ഞെടുക്കാനായില്ല. ഒരു വിഭാഗം നേതാക്കൾ സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് മറുവിഭാഗം. അഭിപ്രായ വ്യത്യാസവും തമ്മിലടിയും മൂലം വലിയ പ്രതിസന്ധിയാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വിഭാഗം നേതാക്കൾ സംഘടനയെ തങ്ങളുടെ സ്വകാര്യ സ്വത്തായി മാറ്റി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. മുതിർന്ന അംഗങ്ങൾക്ക് പോലും കടുത്ത അവഗണന സംഘടനയിൽ നേരിടേണ്ടി വരുന്നു. ഏകപക്ഷീയമാണ് തീരുമാനങ്ങളൊക്കെയും. ഇതിനെ പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. സംഘടനയുടെ ചുമതലയുള്ള കെ രാധാകൃഷ്ണൻ ഇവരുടെ കയ്യിലെ ചട്ടുകമാണ്. ഇവർ പറയുന്നത് മാത്രമാണ് കെ രാധാകൃഷ്ണൻ കേൾക്കുന്നത്. ഭൂരിപക്ഷങ്ങളുടെ അഭിപ്രായത്തിന് പുല്ലുവില മാത്രമാണ് കൽപ്പിക്കുന്നത്. അതിനാൽ പല അംഗങ്ങളും സംഘടനയുടെ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുറച്ചാളുകൾ രാജിക്കും ഒരുങ്ങുന്നുവെന്നും അസംതൃപ്തർ പറയുന്നു. സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ വാസുദേവൻ നമ്പൂതിരി കഴിഞ്ഞ മെയ് മാസമാണ് ജോലിയിൽ നിന്നും വിരമിച്ചത്. 6 മാസം കഴിഞ്ഞിട്ടും പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തത് ഈ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ജനം, ശബരിമല. വിശദാംശങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിലെ പൊട്ടിത്തെറി അത് നേതൃത്വത്തിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിധം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണല്ലേ? തീർച്ചയായും ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും CPM-നെ സംബന്ധിച്ചോളം, പാർട്ടിയെ സംബന്ധിച്ചോളം, സർക്കാരിനെ സംബന്ധിച്ചോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദേവസ്വം ബോർഡിൽ ഏറ്റവും പ്രബലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയും ഇവരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി, വലിയ രീതിയിലുള്ള ഒരു അസംതൃപ്തി ഉണ്ടായിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിലേറ്റവും പുറത്തു വരുന്ന ഒരു കാര്യം, 2-3 പേർ ചേർന്ന്, സംഘടനയെ ഇപ്പോൾ നയിക്കുന്ന 2-3 പേർ ചേർന്ന് ഈ ഒരു സംഘടനയെ ഒന്നാകെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പഴയ സീനിയർ നേതാക്കളെ അടക്കം വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നു. അവർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പലതവണ ഈ വിഷയം സംസാരിച്ചിരുന്നു, പരാതിയായി പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് 2-3 പേർ ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. അല്ലാതെ ഈ ഒരു സംഘടനയിൽ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളും നടക്കുന്നില്ല. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കേൾക്കുന്നില്ല. നിലവിൽ ഈ സംഘടനയുടെ ചുമതല അത് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ എംപിക്കാണ്. പക്ഷേ കെ രാധാകൃഷ്ണൻ എംപിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഈ അസംതൃപ്തിയുള്ള ആളുകൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് കെ രാധാകൃഷ്ണൻ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നില്ല. ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വേദവാക്യം പോലെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. അവർക്ക് വേണ്ടി മാത്രമാണ്, അവരുടെ കയ്യിലെ ചട്ടുകമായാണ് കെ രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ സംഘടനയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ സംഘടനയുടെ പ്രവർത്തനത്തിൽ നിന്നും നിർജീവ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താതെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഭരണം മടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്നും പുറത്തേക്ക് രാജിവെച്ചുകൊണ്ട് മറ്റ് സംഘടനയിലേക്ക് ചേക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്ര വലിയ പ്രതിസന്ധി, ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് പോലുള്ള വലിയ വിഷയങ്ങൾ ദേവസ്വം ബോർഡിനെ ഒന്നാകെ ബാധിക്കുകയാണ്. അവരുടെ ചില ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികൾ, ഇതൊക്കെ തന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. സുരേഷ്. യെസ്, അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.